അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ 5 സാമ്പത്തിക നിയമങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. സാമ്പത്തികമായ വളർച്ചയ്ക്കും സാമ്പത്തികമായ സുസ്ഥിരാവസ്ഥക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തികമായ ചില നിയമങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നന്ദി പ്രകാശിപ്പിക്കലാണ്. നിങ്ങളൊരു നന്ദിയുള്ളവരായി തീരുക. എങ്ങനെയാണ് നന്ദി ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇസ്ലാമിക സാമ്പത്തിക നിയമത്തിൻ്റെ പ്രധാന ഭാഗമായി മാറുന്നത്? മോഡേൺ ഫിസിക്സ് പ്രകാരം ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഒരു എനർജിയാണ്. നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഓരോ പ്രത്യേക ഫ്രീക്വൻസിയിലാണ്. ക്വാണ്ടം ഫിസിക്സ് പറയുന്ന ഒരു നിയമമുണ്ട്. നമ്മുടെ മനസ്സ് ഏത് ഫ്രീക്വൻസിയിലാണോ ഇരിക്കുന്നത്, അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക. ഇതേ ശാസ്ത്രീയ തത്വമാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സിലെപ്പോഴും എനിക്കതില്ല ഇതില്ല എന്ന ചിന്തയാണെങ്കിൽ കൂടുതൽ നഷ്ടങ്ങളാകും നമ്മളെ ആകർഷിക്കുക. എന്നാൽ ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിശാലമായ സമൃദ്ധിയുടെ ചിന്തയുണ്ടാകുന്നു. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നന്മ വർദ്ധിപ്പിച്ചു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നില്ലേ?